السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا وحبيبنا محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أصحابه وعلى أزواجه وعلى عترته أجمعين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ബഹുമാന്യരായ ഹരിതഹസ്തം വാട്സാപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാരെ, അംഗങ്ങളെ, ഈ സതുദ്യമത്തിന് കാതോർത്തിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ്റെ ഒന്നാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഈ നന്മയെ സ്വീകരിക്കട്ടെ. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ റമദാനിലാവട്ടെ മറ്റു സന്ദർഭങ്ങളിലാവട്ടെ നമ്മുടെ ഓരോ സംവിധാനങ്ങളും വാട്സപ്പും ഫേസ്ബുക്കുമൊക്കെ അനാവശ്യമായി നമ്മുടെ സമയം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരുപാട് കൂട്ടായ്മകൾ വെറുതെ മനുഷ്യരുടെ സമയം കൊല്ലികളായി വർത്തിക്കുന്ന സമയത്ത് നന്മയുടെ പേരിൽ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് അമൂല്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ലഭിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. അത്തരമൊരു സതുദ്യമത്തിൽ നമ്മുടെ ഈ ഹരിതഹസ്തം വാട്സാപ്പ് ഗ്രൂപ്പും അതിൻ്റെ പ്രവർത്തനങ്ങളും ഉൾപ്പെടട്ടെ എന്ന് ഞാൻ ഇദം പ്രഥമമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടെ ആരംഭിച്ച ഇതിൻ്റെ നല്ലവരായ അഡ്മിന്മാർ 2014 തൊട്ടുള്ള ഈ ഒരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മയ്ക്ക് ചുക്കാൻ പിടിച്ച, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുമൊക്കെ കാരണക്കാരായ ഇതിൻ്റെ പ്രവർത്തകർ, അവർ അഭിനന്ദനം അർഹിക്കുന്നു. അല്ലാഹു അവർക്ക് ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുത്തി കൊടുക്കും. ഈ വിനീതൻ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. ഞാൻ മുഹമ്മദ് മുസ്തഫ വാഫി, പുലാമന്തോളിനടുത്ത കട്ടുപ്പാറയിലാണ് എൻ്റെ വീട്. ഞാൻ വാടാനപ്പള്ളിയിലെ ഒരു വാഫി കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമുക്ക് തമ്മിൽ പരിചയപ്പെടാനുള്ള ഒരവസരം ലഭിച്ചു. ഈ കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയതും അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങളൊക്കെ നടത്തി വിദ്യാഭ്യാസപരമായ ഇൽമിയായ ആളുകളുടെ പുരോഗമനത്തിന് കാരണമാകുന്ന ഒരു ഗ്രൂപ്പാണ് എന്നറിയാൻ സാധിച്ചു. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട്. പരിശുദ്ധമായ റമദാനു ഷരീഫിലാണ് നമ്മളേവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തിയതുപോലെ നമുക്കേവർക്കും നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ പരിശുദ്ധ ഖുർആനിലെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന ഒരായത്ത്. ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയുമായിരിക്കും. സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർവഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുകയും എന്തിനാണ് ആ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് ആ ആയത്തിൻ്റെ അവസാനത്തിൽ കൊടുക്കുകയും ചെയ്തു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന്. ഇവിടെ തൊട്ടു മുമ്പിൽ കാലിയായ വയറല്ല, തഖ്വയാണ് റമദാനിൻ്റെ സമ്പാദ്യം എന്ന ഒരു പോസ്റ്റിട്ടിരിക്കുന്ന ആ സുഹൃത്ത് പറഞ്ഞതുപോലെ, ആ സുഹൃത്ത് നമ്മെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെ, ഒരു നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തഖ്വയാണ്. മഹാനായ ഹാരിസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുക, ഒന്ന് മൈൻഡ് ചെയ്യുക എന്ന അർത്ഥത്തിലായിരിക്കണം ഒരുപക്ഷെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എത്ര കൈഫ അസ്ബഹ്ത യാ ഹാരിസ, ഹാരിസ നീ എങ്ങനെയാണ് നേരം വെളുപ്പിച്ചത്?
നമ്മളൊരാളെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്നത് പോലെ, നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത് പോലെ ഒരു ചോദ്യം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടാവൂ. ഹാരിസ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ കൊള്ളുന്ന തരത്തിൽ അസ്ബഹ്തു മുഅ്മിനൻ ഹഖൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, തീർച്ചയായും ഉറപ്പായും ഒരു മുഅ്മിനായാണ് ഞാൻ നേരം വെളുപ്പിച്ചിരിക്കുന്നത് എന്നെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു അത്രേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ച് ഹാരിസയോട് ചോദിച്ചു അത്രേ, ഹാരിസ, എങ്ങനെ നിനക്ക് ഇത്രത്തോളം ഉറപ്പിൽ പറയാൻ പറ്റും? നേരം വെളിച്ചാകുമ്പോൾ നീ ഉണർന്നെണീറ്റ് ഈ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മുഅ്മിനായിട്ട് തന്നെ എന്നൊക്കെ പറയണമെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ, എന്തേ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഹാരിസ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു അത്രേ, പ്രവാചകരെ, അസഫ്തു നഫ്സി അനി ദുനിയ, ഞാൻ എൻ്റെ ദുന്യവിയായ ചിന്തകളെ എല്ലാം മാറ്റിവെച്ചു. വ അസ്ഹർതു ലയാലി വ അൽമഅ്തു നഹാരി, ഞാൻ എൻ്റെ രാത്രിയിൽ ഞാൻ ഉറക്കമൊഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ഇബാദത്തിൽ കൂടി. വളരെ കുറച്ചേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ, അതല്ലെങ്കിൽ തീരെ ഉറങ്ങിയിട്ടേ ഇല്ല. എന്നിട്ട് അത്രയും സമയം ഈ ലോകം മൂടിപ്പുതച്ചുറങ്ങുമ്പോൾ രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ ഞാനും എൻ്റെ അള്ളാഹുവുമായി നിരന്തരമായി ഇബാദത്തിലൂടെ സമ്പർക്കത്തിലേർപ്പെട്ടു പ്രവാചകരെ. അൽമഅ്തു നഹാരി, ഞാൻ എൻ്റെ പകൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്തു. അപ്പോഴോ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുയർത്തി മുകളിലേക്ക് നോക്കുമ്പോൾ അർശ് കൃത്യമായിട്ട് എൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ എൻ്റെ മനസ്സിന് തോന്നുന്നു പ്രവാചകരെ. അതുകൊണ്ട് താഴെ ഈ ഭൂമിയിൽ, ഈ സൈകത ഭൂമിയിൽ നിൽക്കുന്ന പാവപ്പെട്ടവനായ ഹാരിസ മുകളിലേക്ക് തലയുയർത്തി നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അർശ് കാണാവുന്ന വിധം എനിക്ക് എന്തോ ഒരു ഈമാൻ ഉണ്ടായതുപോലെ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മെമ്പർമാരെ. നമ്മൾ മിക്കവാറും ആളുകൾക്കൊക്കെ സാധാരണക്കാരുടെ നോമ്പ് മാത്രമേ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ നോമ്പിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദറജയിലാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കാം വളരെ കുറഞ്ഞ വാക്കുകളിൽ തന്നെ. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ആ ഒരു ദറജയിലേക്ക്, ആ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. രണ്ടാമത്തെ നോമ്പുകാരെ മഹാനായ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പരിചയപ്പെടുത്തുന്നത് സൗമുൽ ഖുസൂസ്, പ്രത്യേകക്കാരുടെ നോമ്പ് എന്നാണ്. ഈ പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറയുന്നത് കഫു സംഇ വൽ ബസരി വൽ ലിസാനി വൽ യദി വർരിജ്ലി വസാഇരിൽ ജവാരിഹി അനിൽ ആസാം, തെറ്റുകളെ തൊട്ട് ഒരു മനുഷ്യൻ്റെ കേൾവിശക്തിയെ, കാഴ്ചശക്തിയെ, അതുപോലെ തന്നെ അവൻ്റെ നാക്കിനെ, അവൻ്റെ കൈകളെ, അവൻ്റെ കാലുകളെ, മറ്റെല്ലാ അവയവങ്ങളെയും പ്രതിരോധിച്ച് മാറ്റി നിർത്തുന്നതിനെയാണ് ഈ പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറയുന്നത് എന്നാണ് മഹാനായ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു വെച്ചത്. അതെങ്ങനെയാണ്, ആ രീതിയിലുള്ള ഒരു നോമ്പുകാരൻ നമുക്ക് എങ്ങനെ ആവാൻ പറ്റും? അങ്ങനെ ഒരു നോമ്പുകാരനാവുന്നതിന് പ്രധാനമായും 6 കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് മഹാനവർകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ തരത്തിലുള്ള നോമ്പുകാരൻ എന്താണ് എന്നും വളരെ കുറഞ്ഞ വാക്കുകൾ പറഞ്ഞു. നോമ്പ് തഖ്വയുണ്ടാകുന്ന കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്. തഖ്വയുണ്ടാകുന്നതിന് ഒരുപാട് ഇബാദത്തുകളുണ്ട്. ഈ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നത് ആ രീതിയിൽ മനുഷ്യർക്ക് തഖ്വയുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് നോമ്പിൻ്റെ ആത്മാവ്? നാം അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടക്കുന്നതിൽ അർത്ഥം എന്താണ്? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു അധ്യാപനം ഒരു ഹദീസിൽ കാണാൻ പറ്റും. ആരെങ്കിലും മോശമായ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നില്ല എങ്കിൽ, ആ രീതിയിൽ മോശമായ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ചിന്തകളിലും ഏർപ്പെടുകയും എന്നാൽ നോമ്പെടുക്കുകയും ചെയ്യുന്ന ഒരാളെക്കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അവൻ്റെ പട്ടിണി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തൊന്നും ലഭിക്കാനില്ല, അവൻ്റെ പട്ടിണിയിൽ അല്ലാഹുവിന് ആവശ്യമേ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തഖ്വയാണ് പ്രധാനം. തഖ്വയുണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ നോമ്പ് നാം നിർവഹിക്കേണ്ടത്. പരിശുദ്ധമായ ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഒരു മതപ്രഭാഷണ അല്ലെങ്കിൽ ക്ലാസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നേ ഉള്ളൂ. വിശാലമായ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുകയല്ല. നോമ്പുകാർ 3 തരത്തിലുണ്ട് എന്നാണ്
മഹാനായ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് 3 തരത്തിലുള്ള നോമ്പുകാരുണ്ട്. ഒന്നാമത്തെ നോമ്പ് എന്ന് പറയുന്നത് സൗമുൽ ഉമൂം, അത് സാധാരണക്കാരുടെ നോമ്പാണ്. സാധാരണക്കാരുടെ നോമ്പ് എന്നതുകൊണ്ടുള്ള ആകെയുള്ള ഉദ്ദേശ്യം കഫുൽ ബത്നി വൽ ഫർജി അൻ ഖദാഇ ഷഹ്വ, അത് വയറിനെയും ഗുഹ്യാവയവങ്ങളെയും വികാരത്തെ തൊട്ട് മാറ്റി നിർത്തുക എന്ന നോമ്പാണ് എന്നാണ്. നമ്മളൊക്കെ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് പ്രധാനമായും ചെയ്യാതിരിക്കുന്നത് എന്തോ? വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, മറ്റു പാനീയങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വയറിനാവശ്യമായ ഭക്ഷണത്തോടുള്ള ആ ഒരു ആവശ്യം, ആ ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ വികാരത്തെ നമ്മൾ അടക്കി പിടിച്ചു നിർത്തുന്നു. മറ്റൊന്ന്, നമ്മുടെ ഭാര്യമാരെ നമുക്ക് മറ്റു മാസങ്ങളിലേതുപോലെ ഈ നോമ്പ് സമയത്ത് പ്രാപിക്കാനാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ലൈംഗിക വികാരങ്ങളെ കൂടി നമ്മളവിടെ പിടിച്ചു നിർത്തുന്നു. ഇതാണ് ഒരു സാധാരണക്കാരൻ്റെ. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന തരത്തിലുള്ള നോമ്പുകാർ നമ്മളായിത്തീരുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഗദ്ദുൽ ബസർ വകഫിഹി അനിൽ ഇത്തിസാഇ ഫിൻ നദരി ഇലാ കുല്ലി മാ യദുമ്മു വയുക്റഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടാത്ത, ദീനിൻ്റെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ആക്ഷേപാർഹമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ നമ്മൾ പെടുന്നതിന് വേണ്ടി, നമ്മുടെ നോമ്പ് പെടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമായി നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുക എന്നതാണ്. കണ്ണുകളെ തെറ്റുകളിലേക്ക് നോക്കുക, തെറ്റുകൾ എഴുതി വച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ തെറ്റുകൾ ചിത്രീകരിക്കപ്പെടുന്നതോ നമ്മൾ കാണാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കണ്ണിനെ പ്രതിരോധിക്കലായി അത്. അന്നദറത്തു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസിൻ ലഅനഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശപിച്ചിരിക്കുന്ന പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള വിഷം പുരട്ടിയ അമ്പുകളാണ് ഓരോ നോട്ടവും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ്റെ നോട്ടം അത് വിഷം പുരട്ടിയ അമ്പ് പോലെയാണ്. അമ്പോ മാരകം. ആ മാരകമായ അമ്പ് ഒരു ശരീരത്തിൽ തറക്കുമ്പോൾ, മാംസത്തിൽ തറക്കുമ്പോൾ, എല്ലിൽ തറക്കുമ്പോൾ അതുണ്ടാക്കുന്ന വേദന വളരെയധികം മാരകമാണ്. അത് മരണത്തിന് വരെ കാരണമായേക്കാം. പക്ഷെ ആ അമ്പിൽ വിഷം പുരട്ടുമ്പോഴോ അത് മാരകമാവുക എന്നതിനെ, മരണത്തിനു കാരണമാവുക എന്നതിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ്. ആ വിധം ഇബ്ലീസിൻ്റെ വിഷം പുരട്ടിയ അമ്പുകളിൽ ഒന്നാണ് നോട്ടം എന്ന്. ഒമൻ തറക്കഹ ഖൗഫൻ മിനല്ലാഹി ആതാഹുല്ലാഹു അസ്സ വജല്ല ഈമാനൻ യജിദു ഹലാവതഹു ഫീ ഖൽബിഹി. ആരെങ്കിലും ഒരാൾ ആ ഒരു നോട്ടത്തെ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതൊഴിവാക്കിയാൽ, എന്ന് പറഞ്ഞാൽ ഹറാമുകളിലേക്ക്, നമ്മുടെ കണ്ണിന് കുളിർമയേക്കുന്ന, നമ്മുടെ കണ്ണിന് രസം നൽകുന്ന, നമ്മുടെ കണ്ണുകൾക്ക് കാണണമെന്ന് തോന്നുന്ന പലതും യൂട്യൂബിലോ നമ്മുടെ വാട്സാപ്പുകളോ നമ്മുടെ ഫേസ്ബുക്കുകളിലോ നമ്മുടെ മൊബൈലുകളിലോ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലോ മറ്റോ കാണാം. പക്ഷെ അതെല്ലാം ഈ നോമ്പുകാരൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്നെല്ലാം തൻ്റെ കണ്ണുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് ഈമാൻ നൽകുകയും അതുപോലെ തന്നെ അവൻ്റെ ഹൃദയത്തിൽ എല്ലാ വെറുക്കപ്പെടുന്ന കാര്യങ്ങളും കേൾക്കുന്നതിൽ നിന്ന് നമ്മുടെ കാതുകളെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ ദീനിൽ വെറുക്കപ്പെടുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഗീബത്തും നമീമത്തും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാൾ ഗീബത്തോ നമീമത്തോ പറയുന്നതിന് നമ്മൾ ചെവി കൊടുത്താൽ പോലും നമ്മുടെ നോമ്പ് പരിപൂർണ്ണമാവില്ല. ആ രീതിയിൽ പ്രദൂഷണം പറയുന്ന, ഏഷണി പരത്തുന്നവൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ നമ്മുടെ കാതുകളെ സംരക്ഷിക്കണം. അതാരെങ്കിലും നമ്മളോട് പറയുന്നുവെങ്കിൽ മാറി നിൽക്കണം. എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് തുറന്നു പറയണം. ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്, എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല. നീ എന്തോ പറയുന്നു, നീ പറയുന്ന കാര്യത്തിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞാനിത് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് എന്നോട് ഇത് പറയരുത് എന്നവനോട് തുറന്നു പറയണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ടല്ലോ, സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്ത്. അവർ കളവ് കേൾക്കുന്നവർ. അങ്ങനെ കളവ് കേട്ട് നോമ്പ് നോൽക്കുന്നവരുടെ കാര്യത്തിൽ അള്ളാഹുവിന് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അൽ മുഗ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്ം. പാപത്തില്, ദോഷത്തില്, കുറ്റത്തില് പറയുന്നവനും ഗീബത്ത് പറയുന്നവനും ഗീബത്ത് കേൾക്കുന്നവനും രണ്ടുപേരും പങ്കാളികളാണ് എന്നാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ നോമ്പുകാരൻ മാറി നിൽക്കണം.